ജനാധിപത്യത്തിന്റെ മൂല്യബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോട്ടയം ദേവലോകം മാർ ബസേലിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് പൗരബോധത്തിന്റെ പാഠങ്ങൾ പകർന്നു. സ്കൂളിലെ റോബോട്ടിക് ലാബിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വോട്ടിംഗ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സമ്മതിദാനാവകാശത്തിന്റെ മൂല്യവും വിലയും കുട്ടികളുടെ മനസ്സുകളിലേക്ക് പകർന്നുകൊണ്ടാണ് മാർ ബസേലിയസ് പബ്ലിക് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അതേ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളുമെല്ലാം ഈ വിദ്യാലയത്തിലും സ്ഥാനം പിടിച്ചു. സ്റ്റുഡൻസ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വീറും വാശിയും നിറഞ്ഞിരുന്നു. സ്കൂളിലെ റോബോട്ടിക് ലാബിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വോട്ടിംഗ് മെഷീനിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ നിനി എബ്രഹാം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാർ ബസേലിയസിലെ സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ്. ഈ വോട്ടിംഗ് മെഷീൻ നമ്മുടെ റോബോട്ടിക്സ് ലാബിൽ സ്റ്റുഡൻസും അവരുടെ മെൻറ്റേഴ്സും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത മെഷീൻസാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതിനേക്കാൾ വ്യത്യസ്തമായി ഈ വർഷം ഒരു അഡ്വാൻസ്ഡ് മെഷീനാണ് നമ്മുടെ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണെങ്കിലും ഈ വർഷം നടത്തുന്നത് ബയോമെട്രിക്സ് ഉപയോഗിച്ചാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസും മെൻറ്റേഴ്സും റോബോട്ടിക്സ് ലാബിലെ ഇൻസ്ട്രക്ടേഴ്സും ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ ബയോമെട്രിക്സ് കളക്ട് ചെയ്ത് അതുപയോഗിച്ച് അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഈ തവണ നടത്തിയിരിക്കുന്നത്. 400ഓളം കുട്ടികളാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കുട്ടികളിൽ പൗരബോധത്തിന്റെ പാഠങ്ങൾ പകർന്നു നടന്ന തെരഞ്ഞെടുപ്പ് ഏറെ മാതൃകയായി മാറിയതും ശ്രദ്ധേയമായി. ECV ന്യൂസ്, കോട്ടയം.